ഓട്ടിസമുള്ള മക്കളുണ്ട് കർത്താവേ, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള മക്കളുണ്ട് ഈശോയെ. ആ കുഞ്ഞുങ്ങളെല്ലാവരും ഗർഭത്തിൽ തന്നെ കർത്താവേ ആന്തരികമായ അപകടങ്ങൾ ഹൃദയത്തിന് ഹോളാണെന്നൊക്കെ പറഞ്ഞിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അതിൻ്റെ അവരുടെ അമ്മമാരുടെ വേദനകളുണ്ട് ഈശോയെ. അതെല്ലാം കുഞ്ഞുങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വിഷയങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചിട്ട് ഉറക്കം നിന്ന് കർത്താവെ റിലേ പോയ കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അത് ക്വസ്റ്റ്യൻ പേപ്പർ കേൾക്കുമ്പോൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓർമ്മയിലില്ലെന്ന് ഞാൻ അന്താളിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഈശോയെ. അവരെല്ലാം സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ ആസ്വദിക്കപ്പെടട്ടെ കർത്താവെ. ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥകൾ, മറ്റുള്ളവരെ, അവരെ എല്ലാം കർത്താവ് നീ ആശീർവദിക്കണമേ. അവരുടെ യാത്രകളെ ആശീർവദിക്കണമേ, അവരുടെ സംരംഭങ്ങളെ ആശീർവദിക്കണമേ, അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ, അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഹോംവർക്കുകൾ നീ ആശീർവദിക്കണമേ കർത്താവെ. എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത്, അവരുടെ യാത്രയുടെ തടസ്സങ്ങൾ, യാത്രയുടെ എന്നേക്കുള്ള തടസ്സം വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ, അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ കർത്താവ്, ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ, ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥലം പോലും ഒരു 4 സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവരെ കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും സൂചിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വച്ചിട്ട് ലോണിനായാലും വീടിനായാലും പലതുള്ള അപേക്ഷകൾ, അതിന് പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ, അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ, ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ, പിന്നെ അത് കാത്തിരിക്കുന്നവർക്ക് സുബോധർക്കുമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കർത്താവെ, അവരുടെ പരാതിയും പോരായ്മകൾ നീ തന്നെ പരിഹരിച്ചുകൊണ്ട് കർത്താവെ, അവർക്ക് നിന്നിൽ ആനന്ദിച്ചുകൊണ്ട് അവരുടെ ജീവിത വിജയം കൈവരിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളം ഞാൻ നിങ്ങളുടെ ജീവിതത്തെ ആശീർവദിക്കുന്നു.